ലിഫ്റ്റിൽ കയറുന്ന ആളുകൾ പലപ്പോഴും ചിലപ്പോൾ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചില സാമൂഹ്യ വിരുദ്ധരൊക്കെ ചിലപ്പോൾ ക്യാമറയൊക്കെ അങ്ങോട്ടൊക്കെ തിരിച്ചു വയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ക്യാമറയിൽ നടക്കില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലിഫ്റ്റിൽ ക്യാമറ വയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വയേർഡായിട്ട് എങ്ങനെയാണ് ലിഫ്റ്റിൽ ക്യാമറ വയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് വയർലെസ് ആയിട്ട്, അതായത് TP-Linkന്റെ CPE 510 എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് വയർലെസ് ആയിട്ട് എങ്ങനെ IP ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ വയർലെസ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ വയർലെസ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു വയറും വലിക്കേണ്ടെന്നല്ല, നമുക്ക് എലിവേറ്റർ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ വയറിങ് ഉണ്ടാവില്ല. അതായത് എലിവേറ്റർ കേബിളിൽ കണക്ട് ചെയ്ത് പോകുന്ന, സാധാരണ എല്ലാവരും ചെയ്യുന്നത് പറഞ്ഞാൽ ഞങ്ങളും ചെയ്തിട്ടുണ്ട്, കേബിൾ വലിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എലിവേറ്ററിൽ ഒരു റിബൺ കേബിൾ വരുന്നുണ്ട്, ഒരു പരന്നൊരു കേബിൾ. അപ്പോൾ ആ കേബിളിൽ കണക്ട് ചെയ്ത് കെട്ടിയായിട്ടായിരിക്കും നമ്മൾ സാധാരണ കേസിൽ വയർ വലിച്ചിട്ട് ഇൻസുലേഷൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എലിവേറ്റർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലിഫ്റ്റ് മുകളിലോട്ടും താഴോട്ടും പോകുന്ന ആ ഒരു സ്പേസാണ്. ആ ഒരു സ്പേസിൽ നമ്മൾ ഈ ഒരു കേബിളിംഗ് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ TP-Linkന്റെ CPE 510 എന്നുള്ള ഡിവൈസാണ്. ഇത് 15 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന ഡിവൈസാണ്. അതായത് ഇതിൻ്റെ ഒരു മെയിൻ ഡിവൈസ് ആക്സസ് പോയിന്റ് മോഡിൽ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നു. അതിൻ്റെ ഒരു ക്ലയൻറ്റ് ഡിവൈസ്, അതായത് ആക്സസ് പോയിന്റ് മോഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലയൻറ്റ് ഡിവൈസും കൂടെ നമ്മൾ കോൺഫിഗർ ചെയ്താൽ ഈ രണ്ട് ഡിവൈസും തമ്മിൽ കണക്റ്റ് ആകുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു നില എന്ന് പറയുന്നത് ആകെ ഒരു 3 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഒരു 10 നില വരുമ്പോൾ ഏകദേശം ഒരു 30 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്താൽ യാതൊരു ലാഗിങ്ങോ കാര്യങ്ങളോ കൂടാതെ നമുക്ക് ആ ഒരു വീഡിയോ നമ്മുടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. TP-Linkന്റെ ഈ ഒരു ഡിവൈസ് CPE 510 എന്നുള്ള ഈ ഒരു ആക്സസ് പോയിന്റ് അത് സ്റ്റേബിളായിട്ട് നമ്മൾ വെക്കേണ്ട, അതായത് മൂവ് ചെയ്യാത്ത ആ ഒരു ഡിവൈസ് ഇരിക്കേണ്ടത് ലിഫ്റ്റിൻ്റെ, അതായത് ലിഫ്റ്റ് എലിവേറ്റർ ഷാഫ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഡിവൈസായിട്ടുള്ള ആക്സസ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഈ മുകളിലിരിക്കുന്ന ആക്സസ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസിൻ്റെ ക്ലയൻറ്റ് നമ്മൾ കോൺഫിഗർ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടത് എലിവേറ്റർ ക്യാബിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ രണ്ട് ഡിവൈസുകൾ തമ്മിലാണ് വയർലെസ്സിൽ ഡാറ്റ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ആക്സസ് പോയിൻറ്റ്, അതായത് മെയിൻ ആക്സസ് പോയിൻറ്റ് ലിഫ്റ്റ് ഷാഫ്റ്റിൻ്റെ, എലിവേറ്റർ ഷാഫ്റ്റിൻ്റെ ഏറ്റവും പൊക്കത്ത് കൊണ്ടുപോയി പിടിപ്പിച്ചു. അപ്പോൾ അവിടെ നമുക്കൊരു പവർ ഉണ്ട്. അപ്പോൾ ആ ഒരു പവറിൽ ഇത് നമ്മൾ കണക്ട് ചെയ്തു. ലിഫ്റ്റിൻ്റെ മുകളിൽ എന്താണെങ്കിലും പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ മുകളിൽ നിന്ന് പവർ എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ക്ലയൻറ്റ് ഡിവൈസ് കോൺഫിഗർ ചെയ്ത് സെറ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് നമ്മൾ ക്യാമറ ഈ ഒരു ക്ലയൻറ്റ് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തു. മെയിൻ ആക്സസ് പോയിൻറ്റ് നമ്മുടെ നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കേസിനകത്ത് നമുക്കിവിടെ 7 ലിഫ്റ്റുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 4 ലിഫ്റ്റുകൾ വരുമ്പോൾ ആ 4 ലിഫ്റ്റുകളെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യിപ്പിച്ച് ഞാനൊരു സ്വിച്ചിലേക്കാണ് കൊണ്ടുപോയത്. ആ ഒരു സ്വിച്ചിൽ നിന്നൊരു സിംഗിൾ കേബിളാണ് ഞങ്ങൾ താഴേക്ക് റൂട്ട് ചെയ്ത് കൊണ്ടുപോയതേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജോമോനും വൈശാഖോടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ള ടെക്നീഷ്യന്മാരൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ബിൽഡിങ്ങിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ലിഫ്റ്റിൽ വെക്കാൻ വേണ്ടി പോകുന്നത് വാൻഡൽ ഡോം ക്യാമറയാണ് കേട്ടോ. CP+ൻ്റെ വാൻഡൽ ഡോം ക്യാമറയാണ്. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകതയൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇത് കൈകൊണ്ട് തിരിച്ച് ആർക്കും എങ്ങോട്ടും ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ചെറിയൊരു അടിയൊന്നും ഒരിക്കലും ഈ ഒരു ക്യാമറയുടെ ഗ്ലാസ്സിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആയിരിക്കില്ല. നല്ല ബലമുള്ളൊരു ക്യാമറയാണിത് എന്ന് പറയാം. അപ്പോൾ ഈ ക്യാമറ നമ്മൾ ചൂസ് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ ലിഫ്റ്റിൽ കയറുന്ന ആളുകൾ പലപ്പോഴും ചിലപ്പോൾ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചില സാമൂഹ്യ വിരുദ്ധരൊക്കെ ചിലപ്പോൾ ക്യാമറയൊക്കെ അങ്ങോട്ടൊക്കെ തിരിച്ചു വയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ക്യാമറയിൽ നടക്കില്ല. അലൈൻ ക്യൂ ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു ക്യാമറയുടെ ഡയറക്ഷൻസ് അങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ലിഫ്റ്റിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു സ്പേസ് മാത്രമേ വരുന്നുള്ളൂ. അത് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു ലിഫ്റ്റിൽ ആരെങ്കിലും കയറിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് നിലയിലേക്കാണ് പോകുന്നതെന്ന് അവർ ആ ഒരു നമ്പർ പ്രസ് ചെയ്യുമ്പോൾ അത് കാണണം. അല്ലെങ്കിൽ അവർ എവിടെയാണ് ഇറങ്ങിയതെന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇവിടെ ആ ഒരു ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾ ഏത് നിലയിലായിട്ടാണ് ഏത് ഫ്ലോറിലേക്കാണ് ഇറങ്ങിപ്പോയെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മളിവിടെ ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസിൻ്റെയും മുകളിൽ നമ്മൾ ആ ഒരു ഡിവൈസ് ഏത് ലൊക്കേഷനിലാണ് ഇരിക്കണമെന്നും അതിൻ്റെ IP അഡ്രസ് എന്താണെന്നും പാസ്വേഡ് എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ മുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിവൈസ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ മാറ്റി മറ്റൊന്ന് തലസ്ഥാനത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതേ IP അഡ്രസ്സും പാസ്വേഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റിങ്സൊക്കെ അതേപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ യാതൊരു ചേഞ്ചസും വരുത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓട്ടോമാറ്റിക് ഈ ഒരു സിസ്റ്റമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.